ഇന്നത്തെ നമ്മുടെ ഫുഡ് ഭയങ്കര സ്പെഷ്യലാണ്. വാട്ടുകപ്പയും മത്തിക്കറിയും. കപ്പ നേരത്തെ തന്നെ കുതിർത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഉപ്പും മഞ്ഞളും ചേർത്തിട്ട് വേവിച്ചെടുക്കുക. തേങ്ങ, ചെറിയുള്ളി, പച്ചമുളക്, ജീരകം ഇത്രയും കൂടി ഒന്ന് ചതച്ചിട്ട് കപ്പയിലിടാൻ വേണ്ടി എടുത്തു വയ്ക്കുക. കപ്പ നല്ലോണം വെന്ത് വെള്ളമൊക്കെ ഊറ്റിക്കഴിഞ്ഞ് ഈ മിക്സും കൂടെ അതിലേക്ക് ചേർത്ത് ഇളക്കിയാൽ കപ്പ റെഡിയായി. ഇനി നമ്മൾ മീൻ കറിയാണ് വെക്കാൻ പോകുന്നത്. കറിക്ക് വേണ്ടിയുള്ള എല്ലാ സാധനങ്ങളും റെഡിയാണ്. ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കി കടുകും ഉലുവയും കൂടി ഇട്ട് പൊട്ടിക്കുക. ഇനി അതിലേക്ക് സവാള, ചെറിയുള്ളി, തക്കാളി അരിഞ്ഞത് ചേർത്തിട്ട് ഉപ്പും കൂടി ഇട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. തക്കാളി ഉള്ളിയൊക്കെ നല്ലോണം കുക്കായി വെന്തുടയുന്നത് വരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇനി അതിലേക്ക് നമ്മൾ കുറച്ചധികം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കുക. ഇതിൽ ഒരു കുറച്ച് ഭാഗം അവിടെ മാറ്റി വെക്കണം കേട്ടോ. അത് നമുക്ക് ലാസ്റ്റ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി അതിലേക്ക് ഒരു 2-3 പച്ചമുളക് കട്ട് ചെയ്തതും കൂടി ഇട്ടിട്ട് വീണ്ടും നല്ലോണം ഇളക്കി കൊടുക്കുക. ഇതെല്ലാം നല്ലോണം മിക്സ് ചെയ്ത് കഴിയുമ്പോൾ പൊടികൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഫിഷ് മസാല ഇത്രയും കൂടി ഇട്ട് പൊടികളെല്ലാം നല്ലോണം ചൂടാക്കിയെടുക്കുക. പിന്നെ അതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഈ മിക്സ് നല്ലോണം തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 2 പീസ് കുടംപുളിയും കൂടി ഇട്ടിട്ട് അടച്ചു വയ്ക്കുക. വീണ്ടും നല്ലോണം തിളച്ച് കഴിയുമ്പോൾ നമുക്ക് മത്തി ചേർത്ത് കൊടുക്കാം. മീനെല്ലാം ഒന്ന് ഇളക്കി കഴിഞ്ഞിട്ട് അടച്ചു വെച്ചിട്ട് വീണ്ടും നല്ലോണം മീൻ വേവുന്നവരെ കുക്ക് ചെയ്യുക. ഏറ്റവും ലാസ്റ്റ് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് ഒന്ന് ഇളക്കിയെടുത്താൽ റെഡി. മീൻകറി റെഡിയായി, കപ്പ റെഡിയായി. ഇനി കുറച്ച് മുളകരച്ചതും കൂടി. മത്തിക്കറി ഉള്ളപ്പോൾ മുളകരച്ചതിൻ്റെ ആവശ്യമുണ്ടോയെന്നല്ലേ? ആവശ്യമുണ്ട്. ഇത് 3ഉം കൂടി അപാര ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ.